Assalamualaikum. Hi friends. Welcome back to my channel Journeys of Life. അപ്പോൾ ഞാൻ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതൊന്നുമല്ല, പൂരിയും ബാജിക്കറിയാണ്. അപ്പം നല്ല നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ ഏറ്റവും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തുക, എന്നാൽ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഈസിയും ടേസ്റ്റിയും ക്രഞ്ചിയുമായിട്ടുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് പൂരിയുടെ മാവാക്കി എടുക്കാം. ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് നീഡ് ചെയ്തതിന് ശേഷം നമുക്കതൊരു 5 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനൊരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഞാൻ കടുക് പൊട്ടിക്കുക ചെയ്യുന്നത്. ഞാൻ 1 സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കടുക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതലെടുക്കാം, കുറച്ചാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് അത് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കുറച്ചധികം തന്നെ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു. 1 പച്ചമുളകാണ് ഇട്ടത്. പിന്നെ ബാക്കി 2 പച്ചമുളകോളം നമ്മൾ വഴറ്റുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കായ്ക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയുടെ മണം നല്ല ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ 2 സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ 2 പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 തക്കാളിയാണ് എടുത്തത്. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടോട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 വലിയ പൊട്ടോട്ടാണ് ഇവിടെ കറിക്കായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം.
ചെറുതായിട്ട് ഇഷ്ടമുള്ളവർക്ക് ആദ്യം തന്നെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്കതിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു മിനിറ്റോളം ഞാൻ അതൊന്ന് വേവിക്കുക ചെയ്യുന്നത്. നമ്മുടെ കറി തയ്യാറായി. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഭാജി കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൂരി ഓരോന്നായിട്ടും ഞാൻ എണ്ണയിലിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ പൂരി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല എന്താ പറയുക, നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കൂലേ അതുപോലത്തെ നല്ല പൂരിയാണ്. നിങ്ങൾക്ക് വലിയ പൂരിയാണ് ഇഷ്ടമെങ്കിൽ വലുതാക്കി തന്നെ ഇട്ട് കൊടുക്കുക. എനിക്ക് അങ്ങനെ അധികം വലിയ പൂരിയൊന്നും അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടാണ് പൂരി ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടുള്ള നല്ല പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.